നിങ്ങളൊരു ബാച്ചിലർ അല്ലെങ്കിലും നിങ്ങൾക്ക് ഈ വീഡിയോ കാണാം. നിങ്ങൾ ചെമ്മീൻ ചമ്മന്തി ഇഷ്ടപ്പെടുന്ന ഒരാളാണോ? ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്ക്. ഇത് എൻ്റേതായ രീതിയിൽ ഉണ്ടാക്കിയൊരു ചെമ്മീൻ ചമ്മന്തിയാണ്. നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയെടുത്ത ഉണക്ക ചെമ്മീൻ, പിന്നെ ഈ കാണുന്ന ഐറ്റംസ്. സ്റ്റൗവിൽ ഒരു പാൻ വെച്ച് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിക്കുക. എണ്ണയൊന്ന് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് കുറച്ച് മുളക് പൊടി തൂവുക. മുളക് പൊടി കരിഞ്ഞു പോകുന്നതിന് മുമ്പ് ചെമ്മീൻ അതിലേക്ക് ഇടുക. തീ അല്പം കുറച്ച് വയ്ക്കുക, പിന്നെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഏകദേശം ഈ ഒരു പരുവാകുന്നിടം വരെ തീ ഓഫ് ചെയ്ത് വെച്ചതിന് ശേഷം നമുക്ക് അടുത്ത പണിയിലേക്ക് പോകാം. ഇങ്ങനെ ഇടിക്കുന്ന ഒരു സാധനം വേണം. മിക്സിയിലൊന്നിട്ട് അടിക്കാൻ നോക്കരുത്. നിങ്ങൾക്ക് വീഡിയോയിൽ നോക്കിയാലറിയാം, അങ്ങ് ദൂരെ ആ മൂലയ്ക്കൊരു മിക്സി എന്നെ നോക്കി പുച്ഛിക്കുന്നുണ്ട്. ഞാനിങ്ങനെ ഓരോന്നോരോന്നായിട്ട് ചതച്ചെടുക്കുകയാണ്. ചെറിയ ഉള്ളി ഇട്ടു, പച്ചമുളക് ഇട്ടു, കറിവേപ്പില ഇട്ടു. ഏകദേശം ഈ ഒരു രീതിയിൽ ചതച്ചെടുക്കണം. വാടയും കൊണ്ടീ വഴി മാധവം വന്നു. ഇനി നമുക്ക് തേങ്ങാപ്പീര ചതയ്ക്കാൻ തുടങ്ങാം. തേങ്ങാപ്പീര ചതച്ച് ഒരുമാതിരി ആകുമ്പോഴത്തേക്കിനും അതിലേക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കണം. ശേഷം അതിലേക്ക് വറുത്ത് വെച്ച ചെമ്മീൻ ഇട്ട് കൊടുത്ത് ചതയ്ക്കാം. കുറച്ച് മുളക് പൊടി കൂടി ആഡ് ചെയ്യാം. ബാക്കിയുള്ള ചെമ്മീനും കൂടെ ഇട്ടുകൊടുത്ത് ചതച്ചെടുക്കാം. രണ്ടാമത് ചെമ്മീൻ ഇട്ടതിന് ശേഷം ഒരു 10-12 ഇടി നൈസായിട്ടുള്ള ഇടിയേ ഇടിച്ചിട്ടുള്ളൂ. ഒരുപാട് ഇടിച്ച് ഉടഞ്ഞ് അരഞ്ഞു പോകാതെയും നോക്കണം. ഇതെല്ലാം കൂടെ ഒന്നിച്ച് മിക്സ് ചെയ്യാം. നന്നായി ഇളക്കി മിക്സ് ചെയ്യുക. നിങ്ങൾക്ക് കാണാം, ചെമ്മീന്, ചെറിയുള്ളി, പച്ചമുളക്, കറിവേപ്പില ഇതെല്ലാം ഒരുപാട് അങ്ങ് ചതഞ്ഞരഞ്ഞ് പോകാതെ നമുക്ക് കടിക്കാൻ കിട്ടുന്ന പരുവത്തിൽ വേണം ചതച്ചെടുക്കാൻ. ഇളക്കിക്കഴിഞ്ഞേ കൊതി വന്നിട്ട് കൈ വരെ നോക്കിപ്പോയി. അമ്മാതിരി ടേസ്റ്റാണ്, സൂപ്പർ സാധനം. ആദ്യം ഞാൻ ചെമ്മീൻ ചമ്മന്തിയും കപ്പയും കൂട്ടി ഒരു പിടി പിടിച്ചു. അതിനുശേഷം ഞാനൊരു 2 മത്തിയും കൂടെ വറുത്തു. അതും ചെമ്മീൻ ചമ്മന്തിയും കപ്പയും കൂടെ കൂട്ടി ഒരു പിടുത്തം കൂടെ പിടിച്ചു. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ സേവ് ചെയ്ത് വെക്കുക. നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളി സാധനമാണ്. ഇതിനു മുമ്പ് ഒരു കിളിമീൻ വെച്ചുള്ളൊരു ഐറ്റം ഉണ്ടാക്കിയിരുന്നു, ഞാനും അമ്മയും കൂടെ ചേർന്ന്. അത് അടിപൊളി ഹിറ്റ് വീഡിയോ ആയിരുന്നു. കുറേ വ്യൂവേഴ്സ് ഉണ്ടായി, കുറേ ലൈക്കുകളൊക്കെ കിട്ടി. എല്ലാവർക്കും നന്ദി. മറ്റൊരു വീഡിയോ ആയിട്ട് വരാം.